വിശുദ്ധീകരണവും ശക്തീകരണവുമാണ് അതിൻ്റെ ലക്ഷ്യം. വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണമാണ് ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാം ഹോംവർക്ക് തന്നിരിക്കുന്നത്. ഗൃഹപാഠങ്ങൾ കുറേ തന്നിട്ടുണ്ടല്ലേ. സിമ്പിളാണ്. വിശ്വാസമുള്ളവന് സിമ്പിളാണ്, വിശ്വാസമില്ലാത്തവർക്ക് സിമ്പിളല്ല. കുടുംബ പ്രാർത്ഥന പോലും അവർക്ക് സിമ്പിളല്ല അല്ലേ. വിശ്വാസം കുറവുള്ളവർക്ക് കുടുംബ പ്രാർത്ഥന പോലും സിമ്പിളല്ല. അതായത് അപ്പോൾ അവരെ നമ്മളിവിടെ റെഫർ ചെയ്യുന്നില്ല. ഉടമ്പടി എടുക്കുന്ന ആരാണ്? വിശ്വാസമുള്ളവരാണ് ഉടമ്പടി എടുക്കുന്നത്. അവരെ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമില്ലാത്തവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിലല്ല ടാർഗറ്റ് ചെയ്യണത്, സാക്ഷ്യത്തിൽ വിശ്വാസമില്ലാത്തവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം? സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോഴും ഇക്കാലത്തും ദൈവം ഇത്രയും ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. അത് വ്യത്യസ്തങ്ങളായ രീതികളാണ്. ചിലപ്പോൾ ഉടമ്പടി പോലും വേണ്ടി വരത്തില്ല. ഇപ്പം നമ്മൾ രോഗികളെ പ്രാർത്ഥിക്കാൻ ഉടമ്പടി എടുക്കണില്ല. ക്യാൻസറാണ്, കള്ളിന് അസുഖമാണെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാ 9 ദിവസങ്ങളിലും ഇവിടെ ഒരു ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥനയുണ്ട്. അത് സിറ്റുവേഷനാണ്. അത് അവരുടെ ഇപ്പോഴത്തെ അവർക്ക് എമർജൻസി ആയിട്ട് വേണ്ടത് എന്താ? സൗഖ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആധ്യാത്മിക വളർച്ചയ്ക്കും സൗഖ്യം നിലനിൽക്കാനും വേണ്ടിയുള്ള പരിചരണങ്ങൾ, സുവിശേഷ പരിചരണങ്ങൾ നൽകുന്നത്. അപ്പോൾ സൗഖ്യം പ്രാപിച്ചവർ ഉടമ്പടി എടുക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇപ്പം ആനിയുടെ ഒരു സാക്ഷ്യം എന്താ? പ്രളയത്തിൽ വീട് കത്തിപ്പോയി അല്ലേ. ആനി ഉടമ്പടി എടുത്തിട്ടില്ല. ആനയെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവ് നിന്നെ സന്ധിക്കും. അത്രയേ ഉള്ള കാര്യം. തീർന്നു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. അത് ആരുടെ റിസ്ക് പറയുന്നതല്ല, ചെല്ലാൻ പോകുന്ന കുർബാനയുടെ ആസ്തിയിലാണ് സംസാരിക്കുന്നത്. കർത്താവ് നിന്നെ സന്ധിക്കും, കർത്താവ് നിനക്ക് പുതിയ വീട് തരും. അവകാശികൾ ആരും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് കിട്ടുമ്പോൾ സാധാരണ വീടിൻ്റെ പരിഗണന നോക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട് കിട്ടണമെങ്കിൽ മക്കൾ വേണം, അല്ല കൂടപ്പിറപ്പന്മാർ ആരെങ്കിലും കൂടെ താമസിക്കണം. ഒറ്റ പെണ്ണിന് വീട് കൊടുക്കത്തില്ല. കൊടുക്കാത്തതല്ല പ്രശ്നം, ഭർത്താവും മക്കളുള്ള ആൾക്കാർ വീടില്ലാത്തവർ വേറെ ഉണ്ടാവും ആ ഇടവകയിൽ. അപ്പോൾ വികാരിച്ചൻ ഭർത്താവും മക്കളുള്ളവർക്ക് കൊടുക്കുക വീട്, അതാ ആരുമില്ലാതെ ഒറ്റക്ക് താമസിക്കുന്നവർക്ക് കൊടുക്കുക. അങ്ങനെ പ്രിഫറൻസ് വരുമ്പോൾ അപേക്ഷ തള്ളിപ്പോവും. പക്ഷേ കർത്താവിൽ വിശ്വാസത്തോടെ അഭിഷിക്തം പറയുമ്പോൾ അതിൻ്റെ പ്രിഫറൻസ് വിഷയം മാറും. അതെന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഈടുവെപ്പ് യോഗ്യതയെന്ന് പറയണത് വിശ്വാസമാണൊരു യോഗ്യത. നമ്മുടെ എല്ലാത്തിൻ്റെ യോഗ്യത എന്താ? ഫെയ്ത്ത് ഈസ് അവർ മെരിറ്റ്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങളെ കൊണ്ട് പത്രമൊക്കെ വിതരണം ചെയ്യിക്കണില്ലേ പ്രേക്ഷിത പ്രവർത്തനം? അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്തിന് നിക്ഷേപിക്കാൻ കഴിയാത്തവർ ഉടമ്പടിക്ക് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മോളെ സാക്ഷി എന്താ പറഞ്ഞത്? എന്തോ ഒരു അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള പത്രം കൂടി കൊണ്ടുപോയി കൊടുത്തു. അത് ബാക്കിയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കുടിശ്ശിക തീർക്കുമ്പോൾ അഡ്മിഷൻ കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ശരിക്കും പറഞ്ഞാൽ അവളത് വീട്ടിൽ പറയാതെ തന്നെ പോകണത്. എന്താ കാര്യം? പത്രം വിതരണം ചെയ്യാനാണ്, ഈ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പത്രം വിതരണം ചെയ്യാനാണ് വീട്ടിൽ നിന്ന് പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ കളിയാക്കുമല്ലോ, അതുകൊണ്ട് മിണ്ടാതെ പോകുന്നതെന്നാണ്. പക്ഷേ അതിന് ഉള്ളൊരു പ്രശ്നം, മിണ്ടിക്കൊണ്ട് പോരുന്നതാണ് എപ്പോഴും ആധ്യാത്മികമായിട്ട് നല്ലത്. കാര്യം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്.
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. വീട്ടുകാരോട് പറയണം, ഞാൻ എടുത്ത പ്രേക്ഷിത ഉടമ്പടിയുടെ ഭാഗമായി കുറച്ച് പത്രം കുടിച്ച് ഇരിക്കുന്നുണ്ട്, അതുകൂടി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ അഡ്മിഷൻ ഓക്കെ ആകുമെന്ന് എൻ്റെ മനസ്സ് തോന്നിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാണ് മനസ്സ് തോന്നിക്കണത്? എന്താണ്? പരിശുദ്ധാത്മാവാണ് അങ്ങനെ തോന്നിക്കണത്, അല്ലേ? അപ്പോൾ അവരെന്നാ ചെയ്യും? അവർ നമ്മളെ കളിയാക്കും. ദേ ഒരു വട്ട് കേസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇതവർ പറയണം, ഇത് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മളൊരു വട്ട് കേസാണെന്നുള്ളത് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. കാര്യം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛന്മാരും പറയാമായിരുന്നു, VP എന്നുള്ളതിന് ഇവിടെ വട്ടം ഭ്രാന്തനാണെന്ന് പറയുക. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയത്തില്ല. കാര്യം വിശ്വാസത്തിൻ്റെ ചില ലെവല് എനിക്കറിയാം. അതായത് നമ്മൾ ഹോണർ ചെയ്യണത് ആരാ? പണ്ട് എൻ്റെ കൂടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട് അവരെ കണ്ടിട്ടില്ല. പിന്നെ 10ാം ക്ലാസ് വിട്ട് പോകുന്നതാണ്, പിന്നെ കണ്ടിട്ടില്ല. അച്ഛനായി കഴിയുമ്പോൾ ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷയെല്ലാം ചെയ്ത് ശുശ്രൂഷ തുടങ്ങി. 89-ലാണ് ഈ ശുശ്രൂഷ തുടങ്ങണത്. അമ്മ ഓരോരോ സ്ഥലം പ്രത്യക്ഷപ്പെട്ടതല്ലേ. കുറേ വർഷങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും വേദപ്രചാരം തന്നെയായിരുന്നു പരിപാടി. 89 ഡ്രസ്സാണ് ചേഞ്ച് ചെയ്തത്. മിഷണറി ആണെന്ന് ആദ്യം പോലെ ഈശോ പറയാമായിരുന്നു. അതുകൊണ്ടാണ് മിഷൻ എന്ന് പറയുമ്പോൾ മരിക്കാൻ നടക്കുന്നത്. കർത്താവിനെ അറിയാത്തവരെ, നിങ്ങളോടും പറയത്തില്ലേ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് അവർ പറഞ്ഞു കേട്ടില്ലേ. ബാക്കി ബാലൻസ് പത്രം ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടേ കൊടുത്തു. അതെന്താ? മിഷനാണത്, പ്രസിദ്ധ പ്രവർത്തനമാണ്. നമ്മൾ പറയുമ്പോൾ കർത്താവ് ഹോണർ ഒരു വിശ്വാസിയാണ് പറയണമെങ്കിൽ ഇതിലത് ഓണറിങ് എന്ന സംഭവമുണ്ട്. വിശ്വാസ ജീവിതത്തിലുള്ളതാണ് ഓണർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ കർത്താവ് അത് അംഗീകരിക്കും. നമ്മളൊരു വ്യക്തിയോടാണ് സംവേദിക്കണതും സംസാരിക്കണതും. ഞങ്ങളൊക്കെ ഈ വേഷം കെട്ടിയിരിക്കണത് ആർക്ക് വേണ്ടിയാണ്? ഈ വേഷക്കാരന് വേണ്ടിയാണ്. അങ്ങനെ വേഷം പോലും ഇല്ലാതെ തുണിയില്ലാണ്ട് കിടക്കുന്നു. അവൻ അങ്ങോട്ട് വല്ലാതെ അങ്ങ് വിശ്വസിച്ചാണ് ഈ ജീവിതം ഇങ്ങനെ വെക്കണത്. അങ്ങനെ അത് അവന് പിടികിട്ടിക്കഴിഞ്ഞാൽ സംഭവങ്ങൾ കുറച്ച് എളുപ്പമാകും. അത് കർത്താവിന് പിടികിട്ടുന്നതാണ് വിഷയം. നിങ്ങളെക്കൊണ്ട് ഈ രോഗികളെ കുളിപ്പിക്കണൊക്കെ എന്തിനാണെന്നറിയോ? നിങ്ങൾ സീരിയസ് ക്രിസ്ത്യനാണെന്നറിയാൻ വേണ്ടിയാ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, തറവാട്ടിൽ പോയി അവിടെ ഇളയ നാത്തൂരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൈ കഴുകണ്ട, മൂത്ത നാത്തും പോയി അപ്പനെ കുളിപ്പിക്കുക, അമ്മയപ്പനെ കുളിപ്പിക്കാൻ പറയും. അയ്യോ, അമ്മായപ്പനെ ഞാൻ കുളിപ്പിക്കാനാന്ന്. അപ്പോഴവരുമായിട്ട് ഇടി വെച്ചായിരിക്കും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പോന്നിട്ടുള്ളത്. അവർ ചിലപ്പോൾ നമ്മൾ ചവിട്ടി പുറത്താക്കിയായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ കക്ഷിയെ നമ്മൾ പോയി കുളിപ്പിക്കണം. കാര്യം എന്തറിയോ? നമ്മൾ സീരിയസ് ക്രിസ്ത്യനാണെന്നറിയാൻ വേണ്ടിയാണ്. സീരിയസ് ക്രിസ്ത്യനാണെന്ന് കർത്താവിന് പിടികിട്ടിയാൽ നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ താമസിപ്പിക്കുന്നത്. അതായത് നമ്മൾ സീരിയസ് ആണെന്ന് കർത്താവിനെ തോന്നിപ്പിക്കണം. അതിനാണ് ഈ പ്രേക്ഷിത വേല. അപ്പം അന്ന് ഇതുപോലെ ചീട്ടുകാര്യങ്ങളും ഇതുപോലെയുള്ള ആൾക്കാരെ ചിട്ടയിലായിരുന്നു. വന്നവർ അച്ഛനെ കണ്ടുപോകണ ഒരു കാലമായിരുന്നു 89-90. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഇതിൻ്റെ അകത്ത് വന്ന് ഞാൻ അറിഞ്ഞില്ല. കാര്യം അവരുമായിട്ട് ഞാൻ 10 കൊല്ലം പഠിച്ചതല്ലേ. അത് കഴിഞ്ഞിട്ട് കണ്ടൊക്കെ ഇവർ നിന്ന കാര്യം അറിഞ്ഞില്ല. ഭയങ്കര ഇടി, ചീട്ടൊന്നുമില്ല. കൈക്കരുത്തുള്ളവൻ കയറി കണ്ടും പോണ കാര്യമാണ്. മേട നിറച്ച് ആളിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കും. ഈ നമ്മളെ ആശുപത്രിയിലൊക്കെ നിൽക്കണ പോലെ. രാത്രി 8 മണിയായപ്പോഴും ആൾക്കാർ തീർന്നില്ല. 8:30 ആയപ്പോഴാണ് ഈ മോളെ കണ്ടത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോയി. കാര്യം എത്രയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. പക്ഷെ കാണുമ്പോഴുണ്ട് ഇവർ കരഞ്ഞ് പിടിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഹസ്ബൻഡ് വിളിച്ചിട്ട്
4 കൊല്ലമായെന്ന് പറയുന്നത്. 4 കൊല്ലമായിട്ട് പിരിഞ്ഞിരിക്കുക. കർത്താവ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കണം, നല്ലതാ. അതായത് 4 കൊല്ലമായിട്ട് പിരിഞ്ഞ് നിൽക്കുക. ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ല. മൊബൈലില്ലാത്ത കാലമാണ് 89ഒക്കെ. 96ലാണ് മൊബൈൽ വന്നത്. എസ്കോട്ടിലൊക്കെ വരണത് 96ലാണ്, 94. ഇത് 89, 90 കാര്യമാണ് പറയണത്. അപ്പം ഞാൻ ഭർത്താവ് എന്തൊക്കെ കത്ത് വന്നിട്ട് എത്ര കൊല്ലമായി? 4 കൊല്ലമായി. 4 കൊല്ലം കണക്ഷൻ ഇല്ല. എന്നിട്ട് ഇവർ വീട്ടിൽ വന്ന് താമസിക്കണം അവരുടെ. പക്ഷേ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അതിനേക്കാൾ ഇടയ്ക്കിടാവും. എന്താണ് കാര്യം? വീട്ടിലെ ആങ്ങളമാരുടെ കല്യാണം നടക്കണില്ല. അപ്പം ആങ്ങളമാർ ഗുസ്തിയായി. അപ്പം അമ്മയെ ചാട്ടം കയറ്റി ഇവളപ്പോൾ കൊച്ച പുറത്ത് അടിച്ച് അവളെ കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? ആങ്ങളമാർക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി അവൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പോൾ മൂത്ത ആങ്ങള 1 മാസത്തെ കാശ് കൊടുക്കും, നടുവത്തെ ആങ്ങള വേറെ മാസത്തെ കാശ് കൊടുത്ത്, ഇളയ ആങ്ങള, അങ്ങനെ 3 ആങ്ങളമാർ 3 മാസത്തെ കാശ് വെച്ച് ഓരോ മാസം കാശ് കൊടുക്കും. അപ്പോൾ ഒരു പ്രാവശ്യം മൂത്താങ്ങളുടെ റോള് വന്നപ്പോഴേ, മൂത്താങ്ങളുടെ പൈസ കൊടുക്കേണ്ട സമയം വന്നപ്പോഴേ അയാൾ മറന്നും പോയി, അയാളെ കൈ മരത്തുകയും ചെയ്തു. അതോടുകൂടി ഹോസ്റ്റൽ വാർഡൻ ഒരു തോന്നിവാസം പറഞ്ഞ് ചുമ്മാ കിടന്ന് പട്ടി തിന്നണവർ തിന്നിക്കണമെന്ന് പറഞ്ഞ്, അതോടുകൂടി ഇവർക്ക് ഭ്രാന്തി പിടിച്ച പോലെ ഇവർ 2ാം നിലയും താഴേക്ക് ചാടി ഹോസ്റ്റലിൽ നിന്ന്. ദൈവം അനുഗ്രഹിച്ച് ചരലക്കൂനെ വീണിട്ട് കൈ ഒടിഞ്ഞില്ല, കട്ടിച്ച് രക്ഷപ്പെട്ടു. ആ ഒരു അവസ്ഥയിലാണ് എന്നെ കാണാൻ വരണത്. അപ്പോൾ ഇവരുടെ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ ഇവർക്ക് 10-30 കിലോമീറ്റർ സഞ്ചരിക്കാതെ നാട്ടിലെത്താൻ പറ്റത്തില്ല. മണി ഇപ്പം തന്നെ 8-8:30. അപ്പോൾ എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥന തുടങ്ങേണ്ടത് അങ്ങനെയാണ് തുടങ്ങേണ്ടത്. നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥ വരത്തില്ലേ? എത്തും പിടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്താണ് നിങ്ങൾക്ക് തോന്നണത്, ആ നിസ്സഹായതയായിരിക്കണം ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയണത്. ഇപ്പോൾ ഒരു ചെടുത്തി സാക്ഷ്യം പറഞ്ഞില്ലേ, കർത്താവ് കിഡ്നിയും മുഴയാണ്, എൻ്റെ പ്രശ്നം അതല്ല, ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ എന്നെ നോക്കാൻ ആരും ഇല്ല. അതാണ് സംഭവം. വിജയചന്ദ്രിക എന്ന് പറഞ്ഞൊരു മോള് ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അവിടെ പ്രാർത്ഥന എന്താ? ഞാൻ കിടന്നു പോയാൽ എന്നെ ബൈസ്റ്റാൻഡറായിട്ട് എനിക്ക് ആരുമില്ല. ഇതാണ് സംഭവം. എന്തായാലും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ജപ്തി നടപടി വരാൻ പോവുകയാണ്. എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെ നിരത്തിലിറങ്ങും കർത്താവേ എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥനയാക്കി മാറ്റേണ്ടത്. എന്താണ് മനസ്സിൽ വരണത് അതുപോലെ തന്നെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ഞാൻ ഈ മോളുടെ തലയെ കൈവച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞത് എന്താ, ഈശോ ഇപ്പം ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. അതാണ് എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ. കാര്യം എന്തറിയോ, എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു 1000കണക്കിന് മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലുള്ളൊരു വചനം എന്താണെന്നറിയാമോ? ആ സെമേൽ പഠിക്കുന്ന കാലം വരെ കിടക്കുന്ന വചനമാണ്. എന്താ? ഞാനാണ് വഴി, സത്യം, ജീവൻ. ഇതൊരു ഭയങ്കര വചനമാണ്. നിങ്ങളുടെ മനസ്സിലത് എപ്പോഴും ഉണ്ടാകണം. 14:6 വഴിയും സത്യവും എന്ന് പറഞ്ഞേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഒന്നുകൂടി പറഞ്ഞേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പോൾ വഴി എന്നുള്ളത് ആരാണ്? അപ്പോൾ എല്ലാ വഴികൾ അടഞ്ഞാലും കർത്താവിൻ്റെ അടുത്തൊരു വഴി ഉണ്ടാവും. അതെപ്പോഴും നീ ഓർക്കണം. ഈശോ ആ വാക്ക് പറയാനെങ്കിൽ പെട്ടുപോയാലോ. ഒന്ന് പറഞ്ഞ, വഴിയും സത്യവും ജീവനും ഞാനാകും. ഇപ്പം ജപ്തി നടപടിയാണെന്ന് പറഞ്ഞാലും ശരി, നിൻ്റെ വിസ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, കർത്താവ് ഒരു വഴിയാണ്. കർത്താവിൻ്റെ അടുത്ത് വഴിയുണ്ട്.
ഏതെങ്കിലും ഒരു വഴി നമുക്ക് കർത്താവ് ഇതിന് ശരണമെന്ന് പറയും, ശരണപ്പെടും. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ തലേ കൈ വെച്ചിട്ട് കർത്താവ് ഈ രാത്രി എന്നാ ഉപദേശം കൊടുക്കാനാണ്, എന്ത് പറയാനാണെന്ന് ചോദിക്കും. ഒക്കെ ഒരു വഴി കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരു 30 ഒരു നമ്പർ കർത്താവ് തരും, 30. അപ്പം അപ്പോൾ ഇത് ഈ കൈ വെച്ച് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ നിൽപ്പുണ്ട്, ഉച്ചവരെ വന്ന് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരെ പാക്ക് ചെയ്യണം, ഇവരൊറ്റക്ക് വന്നിരിക്കണമല്ലേ. ഇപ്പോൾ കിട്ടണ വണ്ടിക്കാർ നാട്ടിൽ പോകണം. 30 എന്നൊരു നമ്പർ കിട്ടി. 30 കർത്താവ് സഹായിച്ചതാണ്. അപ്പം ഞാൻ ഉടനെ ഇടം വരെ നോക്കാതെ പറഞ്ഞ്, ഡിസംബർ 30-ാം തീയതി നിൻ്റെ ഹസ്ബൻഡിൻ്റെ കത്ത് വരുമെന്ന് പറഞ്ഞു. ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. ഒരു വിഷയവുമായി കർത്താവിൻ്റെ അടുത്തൊരു വിഷയം പോണ പോക്ക് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്ന മെസ്സേജ്? 30 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വെറും 30. നമ്മളെന്താ പറഞ്ഞ് ചേർത്തിരിക്കുന്നതിൻ്റെ കൂടെ? ഒരു ദർശനമില്ലാതെ പറഞ്ഞിരിക്കുന്നതാണ്. ഡിസംബർ 30-ാം തീയതി നിൻ്റെ ഹസ്ബൻഡിൻ്റെ കത്ത് വരും. അവൾ പോവുകയും ചെയ്ത്. പക്ഷെ രാത്രി ആയപ്പോഴേ, ആൾക്കാരെല്ലാം പിരിഞ്ഞപ്പോഴേ, എൻ്റെ അവസാന കൊന്തയുടെ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ സത്യമായിട്ട് എനിക്ക് നിനക്കുമേ അറിയത്തുള്ളൂ, 30 മാത്രമേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളെന്ന്. ബാക്കിയെല്ലാം ഞാൻ അവൾ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി നിൻ്റെ നാമത്തിൽ പറഞ്ഞതാണ്. ഇതാണ് ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ അവൾ എങ്ങനെയെങ്കിലും ആശ്വാസമായിട്ട് ജീവിക്കാൻ വേണ്ടി നിൻ്റെ നാമത്തിൽ പറഞ്ഞതാണ്. ഈശോയുടെ നാമം ഒരു വല്ലാത്ത പണിയാണ്. നിങ്ങൾ ഇടയ്ക്കിരുന്നോണ്ടേ, കർത്താവേ നിൻ്റെ നാമത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമേ ഒന്ന് പറഞ്ഞേ. കർത്താവേ നാമത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമേ. കർത്താവേ നിൻ്റെ നാമത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമേ. കർത്താവേ നിൻ്റെ നാമത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മൾ സീരിയസ് ആണെന്ന് കർത്താവിന് തോന്നിയാൽ ഈശോ നമ്മുടെ വാക്ക് ഹോണർ ചെയ്യും. ഇത് ഈ ടൈപ്പ് അനുഭവങ്ങളുണ്ട്. ഒരു ജനുവരി മാസം, ഫെബ്രുവരി മാസത്തിൽ ഇവരെന്നെ തിരിച്ചു വരും എൻ്റെ അടുത്ത് സന്തോഷത്തോടെ. അപ്പം ഞാൻ പറഞ്ഞു, മേരി എന്നാ പറ്റി? അപ്പോൾ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ ഡേറ്റിന് ഹസ്ബൻഡിൻ്റെ കത്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞ പൊളിച്ച് സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഞാൻ പറഞ്ഞ വാക്ക് കർത്താവ് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞ വാക്ക് കർത്താവിനെ ഓണർ ചെയ്തല്ല. കത്തും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്, ഡിസംബറും ഇല്ലായിരുന്നു. ഇതെല്ലാം കയ്യിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞതാണ് ശരിക്കും. അപ്പം കർത്താവിൻ്റെ നാമത്തിന് ശക്തി മാത്രമല്ല ഉള്ളത്, കർത്താവിൻ്റെ നാമത്തിന് കാരുണ്യമുണ്ട് ശരിക്കും. കർത്താവിൻ്റെ നാമത്തിന് ശക്തി മാത്രമല്ല കാരുണ്യം. എന്താ മക്കളെന്ന് കാര്യം അറിയാമോ? ഇവൾ ഇടിവെച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നീതിയില്ലല്ലോ. പിന്നെ എന്താ വേണ്ടത്? കാരുണ്യമാണ് വേണ്ടത്. ഇവൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലാതെ അമ്മായിയമ്മയുടെ ഗുസ്തി ആയിട്ടാണ് ഇവൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇവൾക്ക് കാരുണ്യത്തിന് അർഹതയില്ല. കാര്യം എന്താണ്? നീതിയായിട്ട് നോക്കിയാൽ കാരുണ്യം കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? പലപ്പോഴും കാരുണ്യമാണ് വേണ്ടത്. ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കണം, എപ്പോഴും കാരുണ്യമാണ് ചോദിക്കണം. അതായത് ഏത് വിഷയമായാലും നിങ്ങൾക്ക് കാരുണ്യം കിട്ടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രാർത്ഥന നിങ്ങൾ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ മക്കളെ? നമ്മൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മളിങ്ങനെ നെഞ്ചും കയറ്റി കണ്ടത്തടിക്ക് മുണ്ടത്തടി എന്ന് പറഞ്ഞു ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. എപ്പോഴും ദൈവമായിട്ട് ഡീല് ചെയ്യുമ്പോൾ കാരുണ്യം കിട്ടാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമ്മളുടെ പ്രാർത്ഥനയെയും പ്രവർത്തനത്തെയും കൊണ്ടുവരണം. ചിലതൊക്കെ സമ്മതിച്ച് കൊടുത്തേക്കണം.
എന്താണെന്ന് അറിയാം, ഇപ്പോൾ ആ ചേടത്തിനെ പട്ടി എന്ന് വിളിക്കണില്ലേ? കാനങ്കാരി ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമല്ലെന്ന് പറഞ്ഞു. ആ ചേടത്തിനെ പട്ടി എന്ന് വിളിച്ചില്ലേ? അപ്പം ചേടത്തി എന്നാ പറയണത്? അതിന് മറുപടിയായിട്ട് ദാറ്റ് ഈസ് കറക്റ്റ് മൈ ലോഡ്. അതല്ലേ? ആ ഭയങ്കര രസമാണത്. കാരുണ്യം കിട്ടാനുള്ള ഫോർമാലിലേക്ക് ഈ സംഭവം ട്യൂൺ ചെയ്ത് കൊണ്ട് തന്നെയാണല്ലേ അത് ശരിയാണ് കർത്താവേ എന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഈടറിവ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് ഇപ്പം നിനക്ക് IELTS നീ 8 പ്രാവശ്യം തോറ്റു, അപ്പം നീ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ എന്നാ ബുദ്ധൂസാണെന്ന് ഞാൻ പറയണം. പിന്നെ അച്ഛൻ നാട്ടുകാരുടെ എന്നെ ബുദ്ധൂസ് എന്ന് വിളിച്ചാൽ തീർന്ന പരിപാടി അവിടെ ചെയ്ത്. അതിനൊക്കെ പ്രശ്നം നീ പറഞ്ഞാൽ ശരിയാകും. നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാൻ നിന്നെ ബുദ്ധൂസ് എന്ന് വിളിച്ചപ്പോൾ നിനക്കത് ഹർട്ടായി. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർട്ടായി എനിക്ക് വേണേൽ സോറി പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ നിനക്ക് എൻ്റെ സോറിയല്ലല്ലോ വേണ്ടത്. നിനക്കെന്താ വേണ്ടത്? അടുത്ത IELTSൻ്റെ കർത്താവിൻ്റെ കൃപയാണ് വേണ്ടത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇത് മിനിമം പരിശുദ്ധാത്മാവില്ലെങ്കിൽ പ്രാർത്ഥനയുടെ ട്യൂണിങ് നടക്കത്തില്ല. അതാണ് പ്രശ്നം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ഈ കർത്താവിൻ്റെ കാരുണ്യം മാത്രമല്ല, ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ റിസർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എനിക്ക് ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ നൽകണമേ. ജീവിത പ്രശ്നങ്ങളിലെ നിൻ്റെ മനസ്സ് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. ഒരവസ്ഥകളെ അതുപോലെ തന്നെ അംഗീകരിച്ച് അതുപോലെ തന്നെ കർത്താവിൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യണത് പ്രാർത്ഥനയുടെ കേൾക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ ഒരു മാതൃകാരൂപമാണ്. അതാണ് നയൻകാരി പറയണത്, ദാറ്റ് ഈസ് കറക്റ്റ് മൈ ലോഡ്. അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. അതാണ് 15:27 മത്തായിയുടെ സുവിശേഷം 15:27. അപ്പം ആരെങ്കിലും നിങ്ങളെ കൊച്ചാക്കാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മിണ്ടാതിരിക്കുക, മോന്ത കയറ്റുക, അങ്ങനെയുള്ള പരിപാടി ചെയ്യരുത്. എന്താ കാര്യം എന്നറിയാമോ? ഈ ശക്തി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചോ? നിങ്ങൾ ചെയ്തതാകാം, ചെയ്യാത്തതാകാം. ചിലപ്പോഴും നിങ്ങളുടെ കൈ മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല, ആ പറഞ്ഞ കക്ഷിയുടെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. നിങ്ങൾ നോക്കേണ്ടത് ശക്തി പ്രവർത്തിക്കാനുള്ള ഒരു ഫോർമാറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കണത്. എന്താ പ്രശ്നം എന്നറിയാമോ? ശക്തി പ്രവർത്തിക്കണത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ്, അല്ലേ? അപ്പോൾ അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ ജോഷുവ 3:5 അല്ലേ? അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് ഒരു നടപടി. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളെ. അപ്പം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ജോഷുവ 3:5. ഇനി മനുഷ്യാവതാരത്തിൻ്റെ മാർഗം എന്താ? ഈ ശക്തി പ്രവർത്തിക്കണത് തന്നെ. പത്രോസ് സംസാരിച്ചപ്പോഴേ ആൾക്കാരെല്ലാം അവരവരുടെ ഭാഷ കേട്ട്, ഇല്ലേ? ഉറപ്പല്ലേ? അപ്പം ജനങ്ങൾ പത്രോസിനോട് ചോദിച്ചു, ശ്രീഹന്മാരെ, നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താണ് മാർഗം? അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്കും ലഭിക്കും, അല്ലേ? നടപടി 2
38. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടും ഒറ്റ നടപടിയേ ഉള്ളൂ ബൈബിളിലെ. എന്താണ്? അത്യുന്നതിൻ്റെ ശക്തി ആവഹിപ്പിക്കുക. അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള പ്രാഥമിക നടപടി എന്താണ്? നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ഈ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന പശ്ചാത്തപിക്കുന്ന ഭാഗത്തിൻ്റെ പേരെന്താ? പശ്ചാത്താപവും ബൈബിളിൽ പറയണത് എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തുകയാണ് ശരിക്കും. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിലും നമ്മൾക്കാണ് മേൽക്കൈ എങ്കിലും ചിലരോട് നമ്മൾ തോറ്റു കൊടുക്കും. ആരെ പ്രതി? ഇങ്ങനെ തോറ്റു കൊടുത്തവനെ പ്രതിയായിരിക്കും. ഇങ്ങനെ ഇവന് അതല്ലേ ബൈബിൾ പറയണത്. കർത്താവിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. കർണക്കുറ്റിക്ക് അടിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലേ നീ തെളിയിക്ക്, അല്ലെങ്കിൽ നീ എന്തിനാണ് എന്നെ അടിച്ചത്? അപ്പം തെറ്റില്ലെന്ന് മനസ്സിലായില്ലേ? തെറ്റില്ലെന്ന്. അപ്പം നമ്മുടെ തെറ്റില്ലെങ്കിലും ചിലപ്പോൾ അടി കൊണ്ടെന്ന് വരും. പറഞ്ഞ മനസ്സിലായ? നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിലും ചിലപ്പോൾ അടി കൊണ്ടെന്ന് വരും. അപ്പോൾ അടി കൊള്ളുമ്പോഴേ എന്താ ചെയ്യണം? അവിടെ നമ്മളെ എളിമപ്പെടുത്തുകയാണ് ശരിക്കും. നിങ്ങളെ ഓർക്കുമ്പോൾ, അതായത് നമ്മളെ എളിമപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ദൈവത്തെ ഒപ്പിച്ചാണ് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ തുടങ്ങും. അതാണ് ഈശോയ്ക്ക് സംഭവിച്ചത്. ഈശോനെ ഉയർത്തിയതാണ്. പിന്നീട് ആർക്കും ഒരു അപ്പനെയും ഒരു മക്കളെയും ഒരു കാലത്തും ഉയർത്താൻ പറ്റാത്ത ഉയരത്തിലേക്ക് അവൻ്റെ നാമത്തെ അപ്പൻ ഉയർത്തി കൈയിട്ടിച്ച് കർത്താണ്. പരമദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് തട്ട് കിട്ടിയാലും നമ്മൾ മിണ്ടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് തട്ട് കിട്ടിയാലും നിങ്ങൾ മിണ്ടത്തില്ല. പക്ഷേ പ്രശ്നമുണ്ട്. നിങ്ങൾ കൂട്ടുകാരൊക്കെ വിളിച്ച് മൊബൈലൊക്കെ വിളിച്ച് പറയുക, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അയാളോട് അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു എന്ന് പറയാം. ഈ സാധനമൊന്നും ചെയ്യരുത്. ഇതൊക്കെ മണ്ടത്തരാ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അടി കിട്ടിയാൽ നീയും നിൻ്റെ ദൈവവും മാത്രം. നിനക്ക് വേണേൽ പറഞ്ഞും ആൾക്കാരെ കൂട്ടിയും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ അവരെ ജയിക്കാൻ പറ്റും. അത് നീ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം. അതാണ് അഹങ്കാരമാണ് സംഭവം. അത് അഹങ്കാരമാണ്. നീ ആൾക്കാരെ കൂട്ടുന്നത് അഹങ്കാരമാണ്. ആധ്യാത്മികത ഭയങ്കര രസമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം. നീ ഇപ്പോൾ നിനക്കൊരു അബദ്ധം സംഭവിച്ചാലും നിന്നൊരു തോന്നിയ ദിവസം പറഞ്ഞ് നീ ഉടനെ എന്ത് ചെയ്യും? അവിടെ മിണ്ടത്തില്ല. പക്ഷേ മൊബൈൽ എടുത്തിട്ട് ആൻറ്റിനെ വിളിക്കും, അമ്മനെ വിളിക്കും, നാട്ടുകാരെ വിളിക്കും, കൂട്ടുകാരെ വിളിക്കും, ആപ്പടെ. എന്നിട്ട് നീ പറയണ കാര്യം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കും. നീ ഒരിടത്ത് തോറ്റില്ല, അടുക്കളയെ തോറ്റിരിക്കുകയാണ്. അല്ലെങ്കിൽ അരങ്ങത്ത് തോറ്റു കഴിഞ്ഞാൽ അടുക്കള എവിടെയെങ്കിലും നീ ജയിച്ചിരിക്കണം. അതുകൊണ്ട് അവരെ കൊണ്ട് നീ പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഞാൻ പറഞ്ഞു ശരിയല്ല, ശരിയാ, നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോഴെന്ത് സംഭവിച്ചാൽ അതിന് സംഭവം ഇതിന് പിന്നിലൊരു ഈഗോ ഉണ്ട്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ അതാണ് ആ പ്രിൻസിപ്പിളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് 2 കൊരിന്ത്യർ 12:10. അതിൻ്റെ ശക്തി പ്രവർത്തിക്കണ എപ്പോഴും വീക്ക് പോയിന്റിലായിരിക്കും. നമ്മുടെ വീക്ക് പോയിൻ്റായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിപ്പിച്ച് കളയും. ചെമ്പിലെ വെള്ളം പോലെ ഇരിക്കും. എത്ര ഒരു വർഷം മൊത്തം പെയ്താലും ചെമ്പ് വെള്ളം വരക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഗ്രൂപ്പിസം കൂടിയിട്ട് നമ്മുടെ പൊസിഷൻ കറക്റ്റാണെന്ന് നാട്ടുകാരെ ഇപ്പോൾ ഈ ചത്തുപൂട മനുഷ്യരെ കൊണ്ട് ഈ കറക്റ്റാണെന്ന് പറഞ്ഞ് എന്തുണ്ട് അവസാനം അവർ പഴവും പിടിച്ച് കറക്റ്റാണെന്ന് പറഞ്ഞു പോകും. ചത്തുപോണ മനുഷ്യർ നിൻ്റെ ആങ്ങളാ, നാട്ടുകാർ, അയൽവാസികൾ, ഇവരെ കൊണ്ട് നീ ചെയ്യണ കറക്റ്റാണെന്ന് പറഞ്ഞാൽ എന്നാ കാണിക്കാനാ? എത്ര കൊല്ലം പറയിപ്പിക്കാൻ പറ്റും? ചാകണ വരെ പറയിപ്പിക്കാൻ പറ്റും. എന്നിട്ട് എന്നാ കിട്ടാനാ?
ആരും കറക്റ്റാണെന്ന് പറയണ്ട, ഒരാൾ മാത്രം കറക്റ്റാണെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് വിശ്വാസ ജീവിതം. ശ്രുതികട ഹല്ലേലൂയ. കാരുണ്യത്തിന്. അപ്പോൾ ഈ മൗനവും എളിമയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. മൗനവും എളിമയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. നീ മൗനമായിരിക്കുമ്പോൾ നീ ശരിക്കും പറഞ്ഞ എളിമപ്പെട്ടിരിക്കുകയാണ്. അത് പ്രായശ്ചിത്തമാണ്. മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വരും ചില സമയത്ത്. പറഞ്ഞാൽ മനസ്സിലായോ? മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വരും. ഈ മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വന്നാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അമ്മ പലപ്പോഴും മൗനമായിരിക്കുമല്ലോ, ഇല്ലേ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത് മൗനമാണ് ശരിക്കും. നമ്മൾ ഇടയ്ക്ക് പറയത്തില്ലേ, 8:21-11:27 ലുക്കാൻ്റെ സുവിശേഷം, യേശുവിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഉടമ്പടി കാലത്തെങ്കിലും കാര്യം എന്താണെന്ന് അറിയുക? ഈ ഉടമ്പടി കാലം എന്ന് പറഞ്ഞാൽ എന്താ? അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കേണ്ട കാലമാണ്. പക്ഷേ ഈ അത്യുന്നതിൻ്റെ ശക്തി എവിടെയാണ് പ്രവർത്തിക്കുന്നത്? വാഗ്ദാന പേടകത്തിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. കാണുന്ന മട്ടി പ്രവർത്തിക്കത്തില്ല. നമ്മൾ ഉടമ്പടി എടുക്കണത് എന്തിനാ? നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുക വഴി ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഞങ്ങൾ പല പുതുക്കലൊക്കെ വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന പേടകമായി വ്യക്തികൾ വചനം പാലിച്ച് വ്യക്തികൾ വാഗ്ദാന പേടകമായി കൺവേർട്ട് ചെയ്യുമ്പോഴേ ഇപ്പം ജോഷുവ എന്നാ പറയണത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് അടുത്ത പരിപാടി എന്താ? നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം സഞ്ചരിക്കും. അതാണ് ജോഷുവ പറയണത്. നമ്മൾ 3:5 ജോഷുവ 3:5 തൊട്ടിങ്ങോട്ട് വായിച്ച് വരുമ്പോൾ 14 എത്തുമ്പോഴേ ഈ ശുദ്ധീകരിക്കപ്പെട്ട ജനത്തിൻ്റെ മുമ്പേ വാഗ്ദാന പേടകം സഞ്ചരിക്കണത് കാണാം. ഈ ഉടമ്പടിയുമായിട്ട് ഏറ്റവും ആദ്യകാലങ്ങളിൽ ദൈവം തന്ന വാക്കാണിത്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് 48 കൊന്ത ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യം തന്ന വാക്കാണ്. എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ആ ശുദ്ധീകരണത്തിലൂടെ ഉള്ള ശക്തീകരണം നമുക്ക് ലഭിക്കണത് നമ്മൾ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ വാഗ്ദാന പേടകമായി മാറുകയാണ്. കാര്യം എന്താണ്? കർത്താവ് അവൻ പറയണത് പോലെ ചെയ്ത്. ഇപ്പം അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായത്? ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞപ്പോഴേ, ഇതാ എൻ്റെ കർത്താവിൻ്റെ ദാസിയെന്ന് പറയുന്നതിൻ്റെ കൂടെ അമ്മ ഒരു വാക്കുകൂടി പറഞ്ഞായിരുന്നു. എന്താണ്? അങ്ങനെ വചനം പോലെ എന്നിലെ. അങ്ങനെയാണ് വാഗ്ദാന പേടകമായി മാറുന്നത്. ഉടമ്പടി എടുത്ത ആൾക്കാർ ശ്രദ്ധിക്കണേ, പൊട്ടങ്ങളൊക്കെ ഉടമ്പടി എടുക്കരുത്. നമ്മൾ വാഗ്ദാന പേടകമായി മാറുന്ന ടെക്നിക്കുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് എന്തിൻ്റെ ദാസിയാ? വചനത്തിൻ്റെ ദാസിയാ. പിടികിടിയോ? നമ്മൾ 1:38 ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത് എന്തിൻ്റെ ദാസിയാ? കർത്താവിൻ്റെ വചനത്തിൻ്റെ ദാസനും ദാസിയുമാണ്. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഒരു അടിമയെപ്പോലെ കർത്താവിൻ്റെ വചനം പാലിച്ചു കൊള്ളാമെന്നാണ് പറയണത്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഇല്ലാതെ കർത്താവിൻ്റെ വചനം ഒരു അടിമയെപ്പോലെ പൂർണ്ണമായിട്ടും അനുസരിച്ച് കൊള്ളാം, തർക്കമില്ലാതെ. ഇവർ രണ്ടുപേരും തർക്കമില്ലാതെ കർത്താവിൻ്റെ വചനം അനുസരിച്ച ആൾക്കാരാണ്. അതാണ് 53:7 ഐസയാ വചനങ്ങൾ എന്താ പറയണത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. തർക്കമില്ലാതെ കർത്താവിൻ്റെ വചനം കുരിശെങ്കിൽ കുരിശ്, മുൾക്കിരീടം മൗനമായിട്ട് ഏറ്റെടുത്ത്. നിങ്ങൾക്കറിയാവോ, ഞാൻ ഉടമ്പടി പുസ്തകം ബിഷപ്പുമായിട്ട്
ആദ്യം ചർച്ച ചെയ്തപ്പോൾ ബിഷപ്പിനോട് പറഞ്ഞു, ആ മാതാവിൻ്റെ പടം താഴേക്ക് ഇറക്കി വെക്കണം. കർത്താവ് ആണ് ആദ്യത്തെ വാഗ്ദാന പേടകമെന്ന്. കാരണം ബൈബിള് രണ്ടും വാഗ്ദാന പേടകമാണല്ലോ. ഉടനെ നമ്മൾ മാതാവിൻ്റെ പടം വാഗ്ദാന പേടകത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് മുകളിൽ കർത്താവിൻ്റെ സ്പേസ് ബ്ലാക്ക് ഇട്ടുക. അതിലെ പുതിയ എമ്പിൾ ഇറങ്ങിയിരിക്കണത്, പുതിയ എമ്പിൾ അങ്ങനെ ഇറങ്ങിയിരിക്കണത്. അതിൻ്റെ കാര്യം, ഈ കർത്താവിൻ്റെ വാക്ക് വചനം മാംസമാകുമ്പോഴും വാഗ്ദാന പേടകമാകുകയാണ്. ബൈബിളിലെ ഈ മനുഷ്യാവതാരത്തിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. എന്നിട്ട് നമ്മൾക്കും വാഗ്ദാന പേടകമാകാം എന്നാണ് ഈശോ പറയുന്നത്. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ദേ ഇരിക്കണൊക്കെയാണ് എൻ്റെ അമ്മയെന്ന് പറയും. എന്താണ്? നമ്മൾ വാഗ്ദാന പേടകമാണെന്ന്. എപ്പോഴാണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും വാഗ്ദാന പേടകമായി മാറും. അപ്പോഴാണ് ഈ വാഗ്ദാന പേടകമാകുമ്പോഴാണ് 40:6 അനുസരിച്ചിട്ട് അതിനതിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. പുറപ്പാട് 40:6 40:6 അതിനതിൻ്റെ ശക്തി ആവശ്യിച്ചു എന്ന് പറയണില്ലേ? ആരിലാണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ് അതിനതിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് വേണമെങ്കിലും ജോലി വേണമെങ്കിലും എന്താ വേണ്ടത്? അതിനതിൻ്റെ ശക്തി ആവശ്യിച്ചാൽ മതിയാവും. പിടിയോ? ഇപ്പം ചില ആൾക്കാരൊക്കെ കയറിപ്പോണമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ പോവുകയാണ്, എൻ്റെ മകൾ പ്ലെയിനിലാണെന്നൊക്കെ പറയണല്ലേ. അതാ എല്ലാ അതിനതിൻ്റെ ശക്തിയാണ് ശരിക്കും. അതിനെ ആ മേഖലകളിലേക്ക് പ്രവർത്തിക്കുകയാണ് അവിടെ. ഇപ്പോൾ കറണ്ട് അച്ഛൻ്റെ സ്വരം മെഗാഫോണിൽ കേൾക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ആയിട്ട് കേൾക്കുന്നു, വലുതായിട്ട്. കറണ്ട് തന്നെയാണ് കാറ്റായിട്ട് വരണത്. എല്ലാ മേഖല, IELTS ആയാലും ഇമിഗ്രേഷൻ ആയാലും PR ആയാലും നിൻ്റെ മനസാന്തരമായാലും നിനക്ക് വിവാഹമായാലും പ്രവർത്തിക്കണത് എന്താ? അത്യുന്നതിൻ്റെ ശക്തിയാണ്. അത് ആവശ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാഗ്ദാന പേടകമായി മാറണത്. നമ്മൾ വാഗ്ദാന പേടകമാകാൻ വേണ്ടിയാണ് എളിമപ്പെട്ട് വചനത്തോട് കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. അങ്ങനെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എളിമപ്പെടുന്നതിൻ്റെ പ്രോസസ്സ് അതാണ്. അപ്പോൾ ഉടമ്പടി ഒരു ജീവിത സംസ്കാരമാണ് ബൈബിളിലെ, അല്ല പുതിയ കാര്യമല്ലത്. ഉടമ്പടി ജീവിത സംസ്കാരമാണ്. അതിൻ്റെ അകത്ത് എളിമപ്പെടൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് ജോഷുവ പറഞ്ഞിട്ട് ശുദ്ധീകരിച്ച ജനത്തിനോട് എന്താ പറയണത്? വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കും. ശുദ്ധീകരിച്ച ജനത്തിൻ്റെ മധ്യത്തിൽ ജോർദാൻ നദിയിൽ വാഗ്ദാന പേടകം ലേവ്യപുരോഹിതന്മാരെ ഇറക്കി നിർത്തുമ്പോൾ കൊയ്ത്തുകാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ. കൊയ്ത്തുകാലത്താണ് ജോർദാൻ വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ നിർത്തണമെന്ന് ഓർക്കണം. കൊയ്ത്തുകാലത്ത് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലമാണ്. അതാണ് 3:22. ജോർദാൻ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുമ്പോഴാണ്, അല്ല വറ്റിക്കിടക്കണ വേനൽക്കാലത്തല്ലേ. ഇവർ വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ നിർത്തണം എപ്പോഴാണ്? കൊയ്ത്തുകാലത്താണ്. എന്ന് വെച്ചാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലത്താണ്. നിൻ്റെ കടങ്ങൾ കരകവിഞ്ഞൊഴുകുമ്പോൾ കർത്താവ് അതിനെ ഭിത്തി കെട്ടിത്തിരിക്കും. എന്നിട്ട് നടുക്കുകൂടി നീ കടന്നു പോകും. കൈയടിച്ച് കർത്താവ് സ്വലിയ കാരുണ്യത്തിന്. അപ്പോൾ എത്ര മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായാലും അതാണ് നല്ല രസകരമായ സംഭവമാണ്. ജോഷുവയുടെ 3:5 മുതലുള്ള വചനങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. കൊയ്ത്തുകാലത്താണ് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്. ഈ കൊയ്ത്തുകാലത്താണ് ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോഴാണ് വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ ചവിട്ടി നിൽക്കണത്. അപ്പോഴാണ് എന്ത് സംഭവിക്കണത്? ജോർദാൻ വിണ്ട് കീറിയിട്ട് ജലം ഭിത്തി പോലെ മാറി നിൽക്കുമെന്ന്. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ബൈബിൾ കഥയല്ലേ, ഇപ്പം എന്നാ നടക്കാൻ പോകണമെന്ന്. ഇപ്പം പിന്നെ എന്താണ് വിജയചന്ദ്രിക പറഞ്ഞത്?
ഇപ്പം എന്താ വിജയേന്ദ്രക പറഞ്ഞത്? അവരുടെ കിഡ്നിയിൽ വലിയൊരു മുഴയാണ് അല്ലേ? ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? വലിയ മുഴയായിട്ട് രക്തത്തിലൂടെ ബ്ലഡ് വന്നുകൊണ്ടിരുന്നത് പറഞ്ഞില്ലേ, കേട്ടില്ലേ അല്ലേ? ആശുപത്രി ചെന്നപ്പോൾ, ഉടമ്പടി ചെയ്തിട്ട് ആശുപത്രി ചെന്നപ്പോൾ മുഴ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. കാണാനില്ലെന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? കാണാനില്ലെന്ന് പറയണത് കർത്താവിൻ്റെ ഇടപെടലാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് കർത്താവ് പറയും. കൈ അടിച്ച് കർത്താവ് ഇപ്പൊ കാണാനില്ല എന്ന് പറയണത് എന്താണ്? ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ സ്വഭാവമാണത്. ദൈവിക ഇടപെടലിൻ്റെ സ്വഭാവമാണ്. അതാണ് പുറപ്പാട് 14:13. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ല. ഊരിപ്പിടിച്ച വാളുമായിട്ട് പിടരിച്ചെത്താൻ വേണ്ടി പുറകെ ഓടി ഒഴിയണേ. അവർ നാളെ കാണത്തില്ലെന്ന്. ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കടക്കാരൻ വീട്ടിൽ കയറിച്ചും പറയേ, നാളെ ഞങ്ങൾ നിൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ വരികയാണ്. ഇന്നലത്തെ സാക്ഷി നോക്കിയാൽ മതി, യൂട്യൂബിൽ കിടപ്പുണ്ട്. നാളെ നിങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങൾ താമസിക്കാൻ വരികയാണ്, കാശില്ലാതെ തരാതെ ഞങ്ങൾ പുറത്ത് പോകത്തില്ല. അപ്പോൾ നാട്ടിൽ നമുക്കാണ് നടക്കിടകത്തില്ലേ അല്ലേ? അവരെന്നാ ചെയ്തത്? നേരെ വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അമ്മയിൽ അഭയം പ്രാപിക്കണം. ഈ ചെയ്യണ ആൾക്കാർക്ക് തോന്നണേ അഭയം പ്രാപിക്കണ ഒരു പരിപാടിയാണ് ഉടമ്പടി എന്ന് പറയണത്. ദൈവമായിട്ട് നമ്മളൊരു ഉടമ്പടി ചെയ്യുക. എന്നിട്ട് നിങ്ങളെ യുദാസവും ഞങ്ങളെൻ്റെ പെട്ടിക്കൊണ്ടെന്ന് അപേക്ഷിച്ചും അങ്ങനെ ചെയ്യണ ആൾക്കാർക്ക് കുഴപ്പം വന്നത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഇത് പ്രിസൈസ് പ്രയറാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴോ കർത്താവേ ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്ന്. 57 സങ്കീർത്തനം 1. സങ്കീർത്തനം 57:1. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നവരെ. അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, വിനാശമുണ്ടാകാം, കൊടുങ്കാറ്റാകാം, പക്ഷേ കടന്നു പോകുന്ന കർത്താവിൻ്റെ വചനം പറയണത് എപ്പോഴാണ്? നീ എൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ. ഉടമ്പടി നിബന്ധന നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ഒരു സുരക്ഷിത ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുകയാണ്. ഇവർ അഭയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നുവെച്ചും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് ഞങ്ങൾക്ക് ഒരു അമ്മയെടുത്ത് ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അമ്മ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമായി. അപ്പം ഞങ്ങൾക്ക് ഒരു നിലനിർത്ത ഡേറ്റ് കൂടി തരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് പറയണേ, ഞങ്ങൾ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാശ് കിട്ടാൻ കാലത്ത് വന്നാൽ മതി, ഞങ്ങളാരും നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലെന്ന്. ഇതാണ് ഒരവസ്ഥ. ജോർദാൻ വറ്റി 2 ഘടകമായി മാറി നിൽക്കുക. കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകിയ ജോർദാനല്ലേ, അത് വാഗ്ദാന പേടകം ഇറക്കി വെക്കുമ്പോൾ നടുക്ക് വഴി വിട്ടുണ്ട് 2 സൈഡിലായിട്ട് ഭിത്തി കെട്ടി പോലെ നമ്മളെ വിഴുങ്ങാൻ വന്നവർ മാറി നിൽക്കും. ഈ വിഴുങ്ങാൻ വന്നവർ മാറി നിൽക്കുമെന്നുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കേട്ടുകൊണ്ടിരിക്കണം. പണ്ടാരാണ്ട് കടവൂർ ചന്തയിൽ മീൻ മേടിക്കാൻ ഇതിന് മരുന്ന് മേടിക്കാൻ വേണ്ടി വിട്ടാൽ പറഞ്ഞ്, നീ കലവൂര് പോയി മരുന്ന് മേടിച്ചോ, പോണ വഴിക്ക് കൃപാസത്തിൽ കയറി ഒരു ഉടമ്പടി എടുത്തോളാൻ. അങ്ങനെ കുറേ പേപ്പട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഉടമ്പടി എടുത്താൽ എന്ത് ചെയ്യും? ചിലർ ഇവിടെ വന്ന് കിടന്ന് ബഹളമാണ്, ഇപ്പം പോണമെന്ന്. അങ്ങനെയല്ല, കർത്താവുമായിട്ടൊരു തീരുമാനം എടുത്ത് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന സ്ഥലത്ത് ഇറക്കി നിർത്താൻ പറ്റിയ രൂപത്തിൽ ദൈവമായിട്ട് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ചെയ്യണത്. ആ ഒരു ബോധത്തിലാണ് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പുതുക്കി നടക്കണം എനിക്ക് അരിശമാണ്.
ഇത് എന്നോട് ആദ്യം ഈശോ പറഞ്ഞത് 90 ദിവസമേ ഉള്ളെന്നാണ്. ഇപ്പോഴും ഞാൻ അത്രേ പറയത്തുള്ളൂ. ഉടമ്പടി 90 ദിവസം. പിന്നെ പുതുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഉടമ്പടിയിൽ പേപ്പർ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പുതുക്കാമെന്ന്. അതാണ് ഉടമ്പടിയുടെ പ്രൈമറി രൂപം എന്ന് പറയണത്. ഒക്ടോബർ മാസം കഴിയുമ്പോൾ നീല പേപ്പർ കിട്ടണമെങ്കിൽ സാക്ഷ്യം പറഞ്ഞിരിക്കണം, അല്ലാത്തവർക്ക് നമ്മൾ നീല പേപ്പർ കൊടുക്കത്തില്ല. എന്തോ ഒരു പന്തികേടുണ്ടെന്നാണ് അച്ഛൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ തോന്നുന്നത്. കാര്യം ഈ നീല പേപ്പർ കിട്ടിയവർ ഇന്ന് വരെ ദൈവാനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മിക്കവാറും അനുഭവങ്ങൾ കിട്ടിയവർ സാക്ഷ്യം പറഞ്ഞവരും ആണ് ഇപ്പം ചെയ്തിരിക്കണത്. പക്ഷേ ഇനി അത് ശ്രദ്ധിച്ച് സെറ്റാക്കും. അത് കാര്യം ഇത് സാക്ഷ്യം പറയണ പ്രാർത്ഥനയാണിത്. ജീവിതം മാറ്റിമറിച്ച് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്ന ഷാർപ്പ് ഷൂട്ടറാ. അത്രയും കറക്റ്റായിട്ടാണ് ഉടമ്പടിയിൽ ഈ എത്രയോ വർഷങ്ങളായിട്ട് ദൈവം ലോകത്തോട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ എല്ലാ ഫോർമുലയും വളരെ മാത്തമാറ്റിക്കലായിട്ട് പ്രിസർവ് ചെയ്താണ് നമുക്ക് അമ്മ തന്നിരിക്കുന്നത് മരിയൻ ഉടമ്പടിയായിട്ട്. അപ്പം എൻ്റെ മക്കളെ, അത് നിത്യത വരെ നിലനിൽക്കുകയും നിത്യത വരെ നമുക്ക് സമർത്ഥമായ കൃപയാൽ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു ദൈവ സംവിധാനമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കർത്തൃസന്നിധിയിൽ വേണ്ടത്ര വചനങ്ങൾ കേട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്താണ് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിപ്പിക്കണത്. രോഗികളെ കൃപാസനത്തിന് വരദാനമായി ദൈവം നൽകിയ ഒരു പ്രാർത്ഥനാ രീതിയാണ്. വേദനയുള്ളിടത്ത്, രോഗങ്ങളുള്ളിടത്ത് കൈകൾ വെക്കുക. കർത്താവിൻ്റെ നാമത്തിലാണ് ആ കൈകൾ വെക്കണമെന്ന് അച്ഛനോട് ചേർന്ന് അച്ഛൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. ഹൃദയ രോഗികളെ ഇടത് നെഞ്ചിന് കൈവെക്കണം. ബ്രസ്റ്റിൽ ക്യാൻസർ ഉള്ളവരും ആ ക്യാൻസറുള്ള സ്ഥലങ്ങളിൽ കൈവെക്കേണ്ടതാണ്. കർത്താവ് എനിക്ക് സാക്ഷ്യം പകർത്താൻ എന്നെ സഹായിക്കും. കാരണം ഞാൻ ഉടമ്പടി ചെയ്തതാണ്. പരമാവധി ഉടമ്പടി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഉടമ്പടി ചെയ്തില്ലെങ്കിലും വിശ്വാസമാണ് ഏറ്റവും വലിയ അവകാശം. നീ വിശ്വാസിയാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ വിശ്വസിച്ചാൽ ഉയർപ്പിൻ്റെ ശക്തി നിന്നെ ആവശ്യിച്ച് സൗഖ്യമാക്കി മാറ്റുന്നത്. മുഴയുള്ളവർ മുഴയുള്ള ഇടങ്ങളിൽ കൈവെക്കുക. വെറുതെ ഇങ്ങനെ കൈമുട്ടിക്കരുത്. അപ്പം കൈ വെക്കണം ശരിക്കും. ഉദര രോഗികളുണ്ട്, രക്തസ്രാവ രോഗികൾ, വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങളെല്ലാം അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയറ്റിൽ കൈവെക്കണം. കർത്താവിൻ്റെ നാമത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞാൻ എൻ്റെ ശരീരഭാഗത്ത് കൈവെക്കുന്നത്. ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ല. ഇന്ന് കാണുന്ന ശത്രുക്കളെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം 14:13 പുറപ്പാട്. കിഡ്നിയുടെ മുഴ മാഞ്ഞുപോയ പോലെ നിൻ്റെ PCOD, നിൻ്റെ പിസ്തുല രോഗങ്ങൾ,
നിന്റെ ഫിഷ രോഗങ്ങൾ, നിന്റെ അൾസർ രോഗങ്ങൾ, നിന്റെ നടുവേദന, നിന്റെ സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, നിന്റെ തൈറോയ്ഡ് രോഗങ്ങൾ, നിന്റെ തലവേദനകൾ, നിന്റെ ശ്വാസകോശ രോഗങ്ങൾ, നിന്റെ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, ക്രിയാറ്റിൻ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള സിസ്റ്റുകൾ, നിന്റെ വാതരോഗങ്ങൾ, നിന്റെ കാഴ്ചക്കുറവുകൾ, നിന്റെ സ്രാവരോഗങ്ങൾ. വിദേശത്ത് തന്നെ ജോലിക്ക് പോകണം നിർബന്ധമില്ല. ഏത് മാർഗത്തിലൂടെയും കർത്താവിന് നിന്റെ ഭൗതിക ജീവിതത്തെ നിലനിർത്താൻ കഴിയും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഏത് മാർഗത്തിലൂടെയും എൻ്റെ ജീവിതം നിലനിർത്താൻ കഴിയുന്ന നിന്റെ സന്നിധാനത്തിൽ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നീ പരിഹരിക്കണമേ. അത് ജോലിയാകാം കർത്താവേ, മറ്റു തരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, നിയമക്കുരുക്കുകൾ, കോടതി കേസുകൾ, കർത്താവേ, എല്ലാം പരീക്ഷാ വിജയങ്ങൾ, ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാ,